ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. എല്ലാവർക്കും നമ്മുടെ മാധവാനുഭവം എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന നാമങ്ങളും വീഡിയോയിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ജപിക്കാറുണ്ടെന്ന് ഞാൻ സന്തോഷത്തോടെ വിചാരിക്കുകയാണ്. നമ്മളുടെ നാമങ്ങൾ മുടങ്ങാതെ നമ്മൾ ജപിക്കാൻ ശ്രമിക്കുക. ജപം നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ശീലമാക്കി മാറ്റുക. ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കലിയുഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് ദുരിതങ്ങളുണ്ടാവും, ദുഃഖങ്ങളുണ്ടാവും, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും. നമ്മളുടെ മനസ്സിനും ആരോഗ്യത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നാമം ജപിക്കലാണ്. നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണന് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നാമം നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ദിനചര്യയാക്കി മാറ്റണം. അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അത് നമ്മളത് ശീലമാക്കാത്ത ആരും അങ്ങനെ ശീലമാക്കാറുണ്ടാവില്ല. ഒരു സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ അതിനും സമയം കിട്ടാത്തവരുണ്ടാവും. പക്ഷേ നമ്മളെ ജീവിതത്തിൽ നമ്മളെ അതൊരു ശീലമാക്കി മാറ്റണം. ഇതിനെയൊക്കെ എല്ലാത്തിനെയും നമുക്ക് അതിജീവിക്കാൻ നമുക്ക് നാമജപം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിന് ശക്തി നൽകാനും എല്ലാത്തിനും നമ്മളുടെ നാമജപത്തിലൂടെ നമ്മളുടെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മളുടെ ജപം ഒരു ശീലമാക്കുക. നമുക്ക് ജപിക്കാൻ ഒരു പ്രത്യേക സമയമൊന്നും വേണമെന്നില്ല. നമ്മൾ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എല്ലാ സമയത്തും നമുക്ക് ജപിക്കാം. എങ്കിലും നിങ്ങൾ രാവിലെ ഒരു 108 തവണ നിങ്ങൾ ആരെയാണോ ഇഷ്ടദേവതയായി കാണുന്നത് ആ ദേവതയുടെ നാമം 108 തവണ നിങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ജപിക്കുക. എന്നിട്ട് നമ്മളുടെ കലിയുഗത്തിലെ മഹാമന്ത്രമായ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ ഒരു ദിവ്യ മന്ത്രം ഉണ്ടല്ലോ, ഈ ഒരു മന്ത്രം നിങ്ങൾ രാവിലെ ഒരു 2 പ്രാവശ്യം 108 തവണ 2 പ്രാവശ്യവും വൈകിട്ട് 108 തവണ 2 പ്രാവശ്യവും നിങ്ങൾ ജപിച്ചു നോക്കൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിനൊരു ശക്തിയും ജീവിക്കാൻ മുന്നോട്ടുള്ള എന്തെല്ലാം വിഷമമുണ്ടെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു എനർജിയും നമുക്ക് കിട്ടും. ഒരു വിഷമവും നമുക്കുണ്ടാവില്ല. നമ്മളുടെ കൂടെ ഭഗവാൻ ഉണ്ടെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ നമുക്കുണ്ടാവാൻ പാടുള്ളൂ. പിന്നെ കഴിയണതും നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു നോക്കൂ. ഈ ഒരു നമ്മളുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നുണ്ട്, സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. അതായത് രാമനാമം ജപിക്കുന്നതിലൂടെ സഹസ്രനാമം ചൊല്ലുന്നതിന് തത്തുല്യമാണെന്നാണ് നമ്മളുടെ വിഷ്ണു സഹസ്രനാമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ നിങ്ങൾ ഈ ഒരു നാമജപം നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ട് നിങ്ങളത് ശീലമാക്കുക. എല്ലാവരുടെ കൂടെയും ഭഗവാനുണ്ട്. ഭഗവാൻ ഭക്തപ്രിയനാണ് ഗുരുവായൂരപ്പൻ. ഭക്തരെ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല. എന്തെല്ലാം ദുരിതങ്ങൾ നമുക്കിപ്പോൾ ഉണ്ടെങ്കിലും നമ്മളുടെ മനസ്സിൽ എന്താണ് നമ്മൾ കരുതേണ്ടതെന്ന് വെച്ചാൽ ഇതിലും നല്ലൊരു ജീവിതം നമുക്കായിട്ട് ഭഗവാൻ കാത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലുള്ള ചെറിയ ചെറിയ ദുഃഖങ്ങളാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളെ ഭഗവാന് ദുഃഖങ്ങളുണ്ടായിട്ടില്ലേ, നമ്മളുടെ ശ്രീരാമസ്വാമിക്ക് ദുഃഖങ്ങൾ ഉണ്ടായിട്ടില്ലേ, എല്ലാവരുടെ ജീവിതത്തിലും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്കിലും നമ്മൾ ഭഗവാനെ മുറുകെ പിടിച്ചോളൂ. നിങ്ങൾ ഉറപ്പായിട്ടും നമ്മളുടെ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും, കൈവെടിയൂല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നിങ്ങൾക്കും കൂടി ആ ഒരു വഴി ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ മുടങ്ങാതെ ജപിച്ചോളൂ. ജപം എപ്പോഴും ജപിച്ചോളൂ. മനസ്സിലെപ്പോഴും അങ്ങനെ ജപിച്ചാൽ മതി. ആ ഒരു ജപം നിങ്ങൾ ശീലമാക്കി നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങളെല്ലാ സങ്കടങ്ങളും
മാറ്റിത്തരും നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയശ്രീ രാധേ രാധേ, ഹരേ കൃഷ്ണ. ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ആർക്കാണോ എന്തെങ്കിലും ബുദ്ധിമുട്ടും സങ്കടം ഉണ്ടായിട്ട് അങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കും. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ജയശ്രീ രാധേ രാധേ.